ഓം ശാന്തി. ജീവിതത്തിൽ എന്തും ആകർഷിക്കാൻ വിധം നമ്മളെ പ്രാപ്തമാക്കുന്ന 4 സ്റ്റെപ്സാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. മണിയാവാം, ഹെൽത്ത് ആവാം, ഹാപ്പിനെസ് ആവാം, ഗുഡ് റിലേഷൻസ് ആവാം. നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ വേണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കൂ. മണിയാണ് വേണ്ടതെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കൂ. അതല്ല, നല്ല ആരോഗ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കൂ. എനിവേ, ഞാനിത് മണിയുടെ ബേസിൽ പറഞ്ഞുതരാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഹെൽത്തിന് വേണ്ടിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് സിമ്പിൾ ടെക്നിക്സിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു 90% ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം മണിയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ശബ്ദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്തത് പറയുകയാണ്, ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കാം. അറ്റ് ദ സെയിം ടൈം ഞാൻ മറ്റതും പറയും. പക്ഷേ എന്നിരുന്നാലും ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഞാൻ പറയാൻ കാരണം, ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സിസ്റ്റർ ധനം മാത്രം പോരാ, ആരോഗ്യവും വേണ്ടേ, സിസ്റ്റർ കുറച്ച് ആരോഗ്യത്തിനുള്ള വീഡിയോ ഇടൂ എന്ന്. ഹെൽത്തിനുള്ളതായിരിക്കുന്ന മെഡിറ്റേഷൻ, ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടതായിട്ടുള്ള ഫുഡ് സിസ്റ്റം, ഇതെല്ലാം BK ഷീബയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. പല വീഡിയോസ് പറയുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് ഇതിൽ ആഡ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട മാനിഫെസ്റ്റേഷൻ വേർഡിങ്സ് ആണെങ്കിലും ലൈൻസ് ആണെങ്കിലും ഉണ്ടാക്കുന്നത് പറയാറുണ്ട്. എന്നിരുന്നാലും ഇന്ന് കൂടുതൽ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്നാലും ആ സഹോദരിയോ സഹോദരനോ ആരാ എനിക്കറിയില്ല, അവരോട് ഞാൻ പറയട്ടെ, എല്ലാവർക്കും വേണ്ടിയാണ് ചെയ്യുന്നത് സിസ്റ്റർ. നിങ്ങളുടെ വാചകത്തിന് ഞാൻ പൂർണ്ണ ആദരവോടുകൂടെ സ്വീകരിക്കുന്നു ആ കമൻറ്റിനെ. അറ്റ് ദ സെയിം ടൈം എല്ലാവർക്കും ചെയ്യാൻ ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യമായതുകൊണ്ട് ഈ ഒരു പോയിന്റിനെ കുറച്ച് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതായിരിക്കുന്ന 4 കാര്യം നിങ്ങൾക്ക് എന്ത് വേണോ അതിനെ അട്രാക്റ്റ് ചെയ്യൂ. അതിൽ ഒന്നാമത്തെ കാര്യം മിറർ ടെക്നിക്കാണ്. മിറർ ടെക്നിക്ക് എന്ന് വെച്ചാൽ അർത്ഥം, രാവിലെ എഴുന്നേറ്റ ഉടനെ നമുക്ക് നമ്മുടെ മുന്നിൽ വീട്ടിലുള്ളതായിരിക്കുന്ന കണ്ണാടി, നമ്മുടെ റൂമിലുള്ളതായിരിക്കുന്ന കണ്ണാടി എന്താണെങ്കിലും ആ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ തന്നെ നോക്കിക്കൊണ്ട്, നമ്മുടെ കണ്ണിൽ നോക്കിക്കൊണ്ട്, നിങ്ങളൊരു വിജയി ആണ് എന്ന സങ്കല്പത്തിൽ, ഈ കാണുന്ന ആൾ ആരാണെന്ന് നോക്കണ്ട, മുന്നിൽ നിൽക്കുന്ന ആൾ വിജയിയായിട്ട് നിൽക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ട്രോഫി വാങ്ങി നിൽക്കുന്ന ആളാണെങ്കിൽ കണ്ണാടിയിൽ നോക്കുന്നത് നിങ്ങൾ എഴുന്നേറ്റ ഉടനെയുള്ളതായിരിക്കുന്ന ഒരു വിജയിയായ പോലെ, ട്രോഫി പിടിച്ച് നിൽക്കുന്ന ആളെ പോലെ ഒന്നും അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണേണ്ടതായിരിക്കുന്ന നിങ്ങളുടെ കണ്ണാടിയിലെ രൂപം ആ വിജയിയുടേതായിരിക്കണം. കണ്ണുകളിൽ ആ സന്തോഷം ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആരോഗ്യം വേണം എന്നതായിരിക്കുന്ന ഒരു സ്വപ്നമാണ് കണ്ടതെങ്കിൽ, ഏത് രോഗം അഥവാ അനാരോഗ്യത്തെ അതിജീവിക്കാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, അത് മാറിക്കൊണ്ടുള്ള സമ്പൂർണ്ണ ആരോഗ്യത്തിൻ്റെ രൂപത്തെ മുന്നിൽ കാണണം. ഹെൽത്തി, വെൽത്തി, ഹാപ്പി ആയിരിക്കുന്ന നിങ്ങളെ കാണാം. നിങ്ങൾക്ക് ധനം നേടിക്കൊണ്ടാണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഒരു 10 കോടി രൂപ ജീവിതത്തിൽ നേടിക്കൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയ ആളായിട്ട് ആ ആൾ ഉറക്കത്തിന് എഴുന്നേറ്റ് വന്നിട്ട് കാണുകയാണ്, ഞാൻ എന്താ വിജയിയാണ്, ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്ത് വിധത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു, യുവർ ചോയ്സ്. ഈ രീതിയിൽ ഞാനിത് നേടി, ഇത്രയ്ക്ക് ഞാൻ നേടി എന്നതായിട്ടുള്ള ആനന്ദത്തോടെ, ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടി, നല്ല ആരോഗ്യത്തോടു കൂടി, നല്ല ബന്ധങ്ങളോടുകൂടി നിങ്ങൾ നിൽക്കുക കണ്ണാടിയുടെ മുന്നിൽ. ആ നിങ്ങളെ കണ്ടുകൊണ്ട് ആനന്ദം എക്സ്പ്രസ് ചെയ്യുക, സന്തോഷം എക്സ്പ്രസ് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കാണുക, മറ്റുള്ള ആളോട് നിങ്ങളുടെ സന്തോഷം ഷെയർ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക. എന്നിട്ട് നിങ്ങളോട് നിങ്ങൾ തന്നെ കണ്ണിൽ നോക്കി പറയുക, ഐ ആം ദ വിന്നർ, അല്ലെങ്കിൽ ഐ ആം ദ മണി മാഗ്നറ്റ്, അല്ലെങ്കിൽ ഞാനൊരു സമ്പൂർണ്ണ ആരോഗ്യവാനാണ്, ഞാൻ മണി മാഗ്നറ്റാണ്, ഞാൻ വിജയിയാണ്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ കാര്യത്തെ പലതവണ ആവർത്തിച്ചുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യും. അതായത് നല്ല ആരോഗ്യം നേടിയെടുക്കാൻ വേണ്ടിക്കൊണ്ട് ഇന്ന സ്റ്റെപ്പൊക്കെ ഞാൻ ചെയ്തതാണ്, നീ അത് ചെയ്തോളൂ, നിനക്കോ നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് വിജയിയായ നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കും. മുന്നിൽ കാണുന്നത് കംപ്ലീറ്റ്ലി അത് നേടിയെടുത്ത ആൾ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യത്തെ മറന്നിട്ട്, പ്രസൻറ്റിനെ മറന്നിട്ട് ആ മൊമെൻറ്റിൽ ജീവിക്കുക. ഡയറക്റ്റ് ആയിക്കൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ വേഗത്തിൽ അമേസിംഗ് ആയിരിക്കുന്ന രീതിയിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സ്വപ്നത്തെ നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് മിറർ ടെക്നിക്ക്. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സിമ്പൽ എന്തെങ്കിലും കയ്യിൽ കൊണ്ട് നടക്കുക. അതായത് പണ്ടത്തെ മുത്തശ്ശിമാർക്ക് ഒരു ശീലം ഞാൻ കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും കാര്യം മറന്നു പോവാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് സാരിയുടെ തുമ്പത്ത് ഇങ്ങനെ കെട്ടിടും. ആ കെട്ട് തൊടുമ്പോൾ അവർ ഓർക്കും ആ ഒരു കാര്യമുണ്ട് എന്ന്. ഇത് അവരുപയോഗിച്ചിരുന്നത് ചെയ്യേണ്ട കാര്യങ്ങളെ മറന്നു പോവാതിരിക്കാനാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പൽ, ഒരു പക്ഷേ ഒരു ചെറിയ സ്റ്റോൺ ആവാം, മീൻസ് നല്ല കല്ല്, ഭംഗിയുള്ള കല്ലായിരിക്കാം, അതല്ലെങ്കിൽ ഒരു രുദ്രാക്ഷം ആവാം,
അതല്ലെങ്കിൽ ഏതെങ്കിലും ഭംഗിയുള്ള മുത്താവാം. ഇന്ന് ഒരുപാട് സാധനങ്ങൾ അങ്ങനെയുണ്ടല്ലേ. മണി അട്രാക്ഷന് വേണ്ടി കൊണ്ടുള്ള പൈറേറ്റ്സിൻ്റെ കഷ്ണങ്ങളായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ എന്തോ സാധനങ്ങൾ, എന്തോ ആയിക്കോട്ടെ, സാധനം എന്ത് എന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ആ സാധനം ഓൾവേസ് നിങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരിക്കണം, നിർബന്ധമാണ്. അത് ചിലപ്പോൾ മയിൽപ്പീലിയായാലും കുഴപ്പമില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് എഴുതി മനോഹരമായി തയ്യാറാക്കിയോ കൊച്ചു കാർഡാണെങ്കിലും കുഴപ്പമില്ല. ഇതെന്ത് സാധനമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളതിനെ സ്പർശിക്കുകയും കാണുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പേഴ്സ് തുറക്കുമ്പോൾ ഒക്കെ കാണണം. അഥവാ നമ്മുടെ പോക്കറ്റ് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണെങ്കിൽ പോക്കറ്റിൽ ഇട്ടിട്ട് എപ്പോഴൊക്കെ കൈ ആ പേഴ്സിലിടുന്നു അല്ലെങ്കിൽ പോക്കറ്റിലിടുന്നു, നിങ്ങളുടെ ഹാൻഡ് ബാഗിലിടുന്നു, എവിടെയാണോ റെഗുലറായിട്ട് ഇത് ക്യാരി ചെയ്യുന്ന സാധനം, ആ രീതിയിൽ അതിന് കാണുമ്പോൾ പറയുക, യെസ് ഞാനത് നേടിക്കഴിഞ്ഞു, യെസ് ഞാനത് നേടിക്കഴിഞ്ഞു. ഇതിനെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള സഹായമായിട്ടാണ് ഈ സാധനം നിങ്ങളുടെ കൂടെ കൊണ്ടുനടക്കാൻ പറയുന്നത്. ചിലർ അവനവൻ്റെ പേരിൻ്റെ ആദ്യത്തെ ആൽഫബറ്റിനെ ഒരു ലെറ്ററാക്കി ഉണ്ടാക്കി എടുത്തുകൊണ്ട് യെസ് ഞാൻ സക്സസ്ഫുൾ ആണെന്ന് പറയാൻ എപ്പോഴൊക്കെ എസ് തൊടുന്നു അപ്പോഴൊക്കെ യെസ് ഞാൻ വിജയിയാണ്. നമ്മുടെ കൈ കൊണ്ട് സ്പർശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിലേക്ക് ആ മെസ്സേജ് പലതവണ ആവർത്തിച്ചുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെത്താൻ നമ്മുടെ ന്യൂറോൺ പാത്വേസ് അത് കാണുമ്പോൾ, തൊടുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ കാണുമ്പോഴൊക്കെ ഈ ടൈപ്പ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് പോക്കറ്റിൽ അങ്ങനെ ഒരു സാധനം നിങ്ങൾ കൊണ്ട് നടക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാവാം. സാധനം നല്ല എനർജി ഉണ്ടാക്കുന്ന സാധനം കൊണ്ട് നടക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്തെങ്കിലും സാധനം എടുക്കാതെ ഇത്തരത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സാധനത്തെ കയ്യിൽ കൊണ്ടു നടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളുടെ തന്നെത്താൻ ഇന്ന് സംഭവിക്കുന്നു വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എസ് എന്ന ലെറ്ററാണ് ഞാൻ സ്വന്തമാക്കിയെന്ന് വിചാരിക്കാം, എൻ്റെ കയ്യിൽ കൊണ്ട് നടക്കുന്നത്. എപ്പോഴൊക്കെ എസ് കാണുന്നു, ആദ്യത്തിലൊക്കെ എസ് കൈ തൊടുമ്പോൾ ഐ എം ദ സക്സസ്ഫുൾ, ഐ എം ദ വിന്നർ, അല്ലെങ്കിൽ ഐ എം ദ മണി മാഗ്നറ്റ്, ഞാൻ അതുമായി കണക്ട് ചെയ്തതായിരിക്കുന്ന ഒരു അഫർമേഷൻ ആദ്യം ഞാൻ പ്രാക്ടീസ് ചെയ്യും. പക്ഷെ കുറച്ച് ദിവസം അഭ്യസിച്ച ശേഷം സ്വാഭാവികമായിട്ട് ആ ലെറ്റർ കൈ തൊടുകൂടെ വേണ്ട, എസ് കാണുമ്പോഴൊക്കെ പറയാൻ തുടങ്ങും ഐ എം ദ മണി മാഗ്നറ്റ്, അല്ലെങ്കിൽ ഐ എം ദ വിന്നർ, ഐ എം ഹെൽത്തി. ഇങ്ങനെ എന്താണോ വേണ്ടത് അത് നിങ്ങളുടെ ബ്രെയിൻ തന്നെ താൻ ഓർമ്മപ്പെടുത്താൻ തുടങ്ങുന്നൊരവസ്ഥ. ഡ്രൈവിംഗ് പഠിച്ചു കഴിയുമ്പോൾ പലപ്പോഴും സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ വണ്ടി ഓടണമെങ്കിൽ ഇത് ആക്സിലറേറ്റർ, ഇത് ക്ലച്ച്, ഇത് ബ്രേക്ക് എന്നൊന്നും ഓർക്കേണ്ടതില്ല. നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നു, ഡ്രൈവ് ചെയ്യുമ്പോൾ ചില ചായ കുടിക്കുന്നു, ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ നോക്കുന്നു. ഇതൊന്നും നല്ല ശീലമൊന്നുമല്ല പറയുന്നത്. ഡ്രൈവിംഗ് വിത്ത് കെയർ ആണ് ആവശ്യം. ബട്ട് സെയിം ടൈം ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു? ബിക്കോസ് ഇവിടെ ന്യൂറോൺ പാത്വേ സെറ്റായി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഓട്ടോ പൈലറ്റ് മോഡ് ഇതെല്ലാം പ്രവർത്തിക്കാനായി തുടങ്ങിക്കഴിയും. ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നിങ്ങളുടെ ബ്രെയിനിൽ ഈ ഒരു അഫർമേഷന് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ് ഇങ്ങനൊരു വസ്തു നിങ്ങളുടെ കയ്യിൽ കൂടെ കൊണ്ടു നടക്കുക എന്നുള്ളത്. മറ്റൊന്ന് ജേണൽ. രാത്രി ഉറങ്ങും മുന്നേ അതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് ഡയറി വെക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ സ്വപ്നം നിങ്ങളടുത്തേക്ക് എത്താൻ വേണ്ടി ഒരു ജേണൽ. അത്തരം കാര്യത്തിന് ഡെയിലി, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, എനിക്ക് ഇത്ര ഒരു എമൗണ്ട് എൻ്റെ ലൈഫിൽ കിട്ടിയ ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആയി എന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ എമൗണ്ട് എന്തോ നിങ്ങൾക്ക് അത് വിചാരിക്കുക. ആ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? വീടുണ്ടാക്കി, അല്ലെങ്കിൽ എൻ്റെ അനിയന് വീടില്ല, അവനൊരു വീടുണ്ടാക്കി കൊടുത്തു, എൻ്റെ പെങ്ങൾക്ക് വീടില്ല, അവർക്കൊരു വീടുണ്ടാക്കി കൊടുത്തു, എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ചികിത്സ കൊടുക്കാൻ വേണ്ടി കൊണ്ട് കയ്യിൽ പൈസ ഇല്ലാണ്ട് വിഷമിക്കുകയാണ്, എൻ്റെ അമ്മയ്ക്ക് നല്ല എവിടെയാണോ ദ ബെസ്റ്റ് അവിടെ ഞാൻ കൊണ്ടുകൊടുത്തു, നല്ല ആരോഗ്യമാക്കി കൊടുത്തു, ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഡ്രീം ആയിരിക്കും നല്ല കാറ് വാങ്ങിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് നന്നാക്കി എടുത്തു, നല്ല വീട്ടിലാണ്, എൻ്റെ ബിസിനസ്സിന് വേണ്ടതായിട്ടുള്ള അസറ്റ് ഞാൻ ഉണ്ടാക്കി. ഈ രീതിയിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ആ മണി കൊണ്ട് എന്തെല്ലാം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ ആ കാര്യങ്ങളും പ്ലസ് ഈ പോയിന്റ് മറക്കരുത്. ആ ധനം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് ചെയ്യാൻ പോകുന്ന സോഷ്യൽ സർവീസ് അഥവാ ഈ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ എന്തുപയോഗിക്കുന്നു അതും ഈ കാര്യത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദിവസവും രാത്രിയിൽ ജേണൽ എഴുതും. അതെഴുതി എഴുതി 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 നിങ്ങളുടെ മനസ്സിൽ ആ ഡ്രീം 100% കണ്ടിട്ടുറങ്ങാൻ തുടങ്ങും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ വേഗത്തിൽ അതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം, രാവിലെ ഉണർന്ന് മെഡിറ്റേഷൻ. ഇതെല്ലാം പറയുമ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാനുള്ളത്, ഇതൊന്നും ആ ലെറ്ററല്ല അതിനെ മാനേജ് ചെയ്യുന്ന സാധനം നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഉപബോധ മനസ്സാണ്. അതുകൊണ്ട് ഉപബോധ മനസ്സിനെ പവർഫുള്ളാക്കാൻ സഹായിക്കാൻ വേണ്ടിക്കൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് മെഡിറ്റേഷന് ശേഷം 2 മിനിറ്റ് സമയം വിഷ്വലൈസേഷൻ. നമ്മുടെ ഡ്രീം എന്തോ അതിനെ വിഷ്വൽ ചെയ്യുക. ഉറങ്ങാൻ പോകും മുന്നേ ജേണൽ അടച്ചു വെച്ച ശേഷം 2 മിനിറ്റെങ്കിലും വിഷ്വൽ ചെയ്ത് ആനന്ദിച്ചിട്ട് ആ ആനന്ദത്തിൽ ഉറങ്ങാൻ ശ്രമിക്കുക. ഈ 4 കാര്യം റെഗുലറായിട്ട് ചെയ്യൂ. ഒന്നാമത്തെ കാര്യം, കണ്ണാടി നോക്കി സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും ഒരു സിമ്പിൾ കൊണ്ട് നടക്കുക. മൂന്നാമത്തെ കാര്യം, ജേണൽ.
നാലാമത്തെ കാര്യം വിഷ്വലൈസേഷൻ. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തൽക്കാലം ഈ 4 കാര്യങ്ങൾ നിങ്ങൾ റെഗുലറായി ചെയ്തു നോക്കൂ. വളരെ വേഗത്തിൽ നിങ്ങളുടെ ഡ്രീം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാം. ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ റീസൺ നമ്മൾ ചെയ്യുന്നതിൻ്റെ ആഴം പോരാഞ്ഞിട്ടാണ്. അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഡെയിലി മെഡിറ്റേഷൻ, പോസിറ്റീവ് സ്റ്റഡി, പറ്റുമെങ്കിൽ എല്ലാ പ്രാവശ്യം പറയും പോലെ പറയുകയാണ്, അടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോകൂ, രാജയോഗ മെഡിറ്റേഷൻ പഠിക്കൂ, മെഡിറ്റേഷൻ ജീവിതത്തിൻ്റെ സ്വഭാവമാക്കി മാറ്റൂ, എങ്കിലെല്ലാം നിങ്ങൾക്ക് എളുപ്പമായി തീരും. ഈ 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം, അത് ഹെൽത്ത് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും ഗുഡ് റിലേഷൻസ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.